2014 ആയിരിക്കും ഞാൻ ആദ്യമായിട്ട് ഓഡിഷൻ അറ്റൻഡ് ചെയ്യുന്നത്. സോ അതാണ് എൻ്റെ ആക്ച്വൽ ബ്രേക്ക് പോയിന്റ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഡിഷൻ. നമുക്കറിയാം നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ നമ്മൾ മലയാളികളും ആർട്ടിസ്റ്റുകളെ അക്സെപ്റ്റ് ചെയ്യുന്നത് അവരുടെ ടാലന്റിനെ ബേസ് ചെയ്താണ്. ഒരിക്കലും ആ ലുക്ക് കാര്യങ്ങളൊന്നും ദേ ഡോണ്ട് ഈവൻ കെയർ അബൌട്ട് ദാറ്റ്. ഞാൻ ഭയങ്കര പ്രതീക്ഷയിലാണ് പോയത് ഓഡിഷന്. ബട്ട് എൻ്റെ ആദ്യത്തെ ഓഡിഷൻ അതിൻ്റെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഐ പെർഫോംഡ് വെൽ. പക്ഷെ അത് കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര ബാഡായിട്ടുള്ളൊരു ഐ ഗോട്ട് സെലക്റ്റഡ്. പക്ഷെ ആ വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അതായത് എൻ്റെ ലുക്ക്, എൻ്റെ അപ്പിയറൻസ് എൻ്റെ പ്രായമായിട്ട് മാച്ച് ആവുന്നില്ല. അതായത് ഐ വാസ് 20, 35 വയസ്സ് തോന്നുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ക്യാരക്ടറൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെ വണ്ണം വെച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ. ഒരു 10-20 കിലോ ഒക്കെ കുറച്ചിട്ട് വാപ്പം നമുക്ക് നോക്കാമെന്ന്. വെരി നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് ഞാൻ ഡിസൈഡ് ചെയ്തു, ഓക്കെ ഞാൻ എന്തെങ്കിലും ചെയ്യണം, എനിക്ക് വണ്ണം കുറയ്ക്കണം. അയാൾ എന്നോട് 20 കിലോ എന്നല്ലേ പറഞ്ഞു. ഓക്കെ ഐ ഡു ഇറ്റ്. ആ വാശിയായിട്ട് അതിങ്ങനെ ഉള്ളിൽ കയറിയിട്ട് കണ്ടിന്യൂസ്ലി 2 മാസം രാവിലെയും വൈകുന്നേരവും ഭയങ്കരമായിട്ട് അങ്ങ് വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങി. ഗ്രൗണ്ട് എക്സസൈസസ് മൊത്തം. ആ വെയിറ്റ് അങ്ങ് കുറഞ്ഞ ടൈമില് ബ്രേക്ക്ഔട്ട്സിന്റെ പൂരമായി. ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഒക്കെ ആയിരുന്നു കൂടുതലെടുത്തത്. എത്ര എഗ്ഗൊക്കെ എത്ര കഴിക്കുമായിരുന്നു ആ സമയത്ത്? ഇവിടെ അറിയുന്നില്ല, ഒന്നും അറിയത്തില്ല. വീട്ടിലുണ്ടാക്കുന്ന ഇച്ചിരിയൊക്കെ കഴിക്കുള്ളൂ. മെലിഞ്ഞ കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് നിറച്ചും പിമ്പിൾസ് വരാൻ തുടങ്ങി. അതും നമ്മുടെ ഈ മുഖത്തിന്റെ ഈ മൂക്കിന്റെ താഴെ ആയിട്ടുള്ള ഏരിയ. എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ ആ സമയത്താണോ ജിസ്മ നമ്മുടെ അടുത്ത് കൺസൾട്ടേഷന് വരുന്നത്? ഞാൻ 2017